സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് ടെറസിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. രേവതി പായൊക്കെ വിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് ഫോൺ ചെയ്തുകൊണ്ട് വരുന്നത് കേട്ടോ. രേവതിക്ക് അരികിലേക്ക് ചെന്നിട്ട് സച്ചി ആദ്യം സോറി പറയാണ്. അപ്പോ രേവതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സച്ചിയെ. സുധിയുടെ റൂമിലാണല്ലോ സച്ചിയും രേവതിയും ആ ദിവസം കിടക്കേണ്ടത്. പക്ഷെ സുധി ഒറ്റ ദിവസം ജോലിക്ക് പോയപ്പോഴേക്കും വളരെയധികം ടയേർഡാന്ന് പറഞ്ഞിട്ട് അവിടെ മനഃപൂർവ്വം കിടന്നുറങ്ങുന്ന രീതിയിലാണ് കേട്ടോ സച്ചി പറയുന്നത്. എന്നാൽ രേവതിയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം, നമുക്ക് റൂമില്ലെങ്കിൽ എന്താ ഇവിടെ കിടന്നുറങ്ങിയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ നീ അവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രേവതിയുടെ അടുത്ത് സച്ചി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടാണ് അവസാനം നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നത്. അച്ഛമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയിട്ടും അവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അച്ഛന്റെ മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ താഴെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഇങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യാനാണ്, നിന്നെ ഈ ടെറസിൽ കിടത്തേണ്ട അവസ്ഥയെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത പോലെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിയുടെ മുഖം പിടിച്ചിട്ട് നമ്മുടെ രേവതി തിരിക്കുന്നുണ്ട്. ഇത് പുതിയതുപോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് പുതിയതൊന്നുമല്ല പഴയ തന്നെയാണെന്നുള്ള കാര്യം സച്ചി പറയുകയാണെ കൈ തട്ടി മാറ്റിയിട്ട്. അല്ല ഇതെന്താ പുതിയൊരു ഫീലിങ്സ് പോലെ ഭയങ്കരമായിട്ട് സച്ചേട്ടന് ഫീൽ ചെയ്തോ? സാധാരണ റൂം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് സച്ചേട്ടൻ അങ്ങനെ വിഷമിക്കുന്ന ആളൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പൊ എന്തിനാ ഇത്ര ഫീൽ ചെയ്യുന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് അവൻ ബിസിനസ് മാൻ ആയതിന്റെ ഭയങ്കര അഹങ്കാരമാണ്. അതുപോലെ തന്നെ ആ പൗഡർ എടുത്തിയും അതിന്റെ അഹങ്കാരം കാണിക്കുന്നു. അങ്ങനെ സച്ചിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ എന്താണ് കാണുക, ആകെ ഫാൻ കറങ്ങുന്നത് മാത്രമല്ലേ, എന്നാൽ ഇവിടെ നോക്ക് മാനത്ത് ആകാശമുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, എന്ത് നല്ല കാറ്റാണ്. റൂമിനുള്ളിലെ AC കാറ്റ് നമുക്ക് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. ഇവിടെ നമുക്ക് എന്ത് ശുദ്ധമായിട്ടുള്ള കാറ്റാണ് കിട്ടുന്നത്. ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് റൂമിൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് സച്ചി അവളുടെ അടുത്ത് തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോ റൂമില്ലെന്ന് കരുതിയിട്ട് നിനക്ക് വിഷമമൊന്നും ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പൊ റൂമാണോ പ്രധാനം, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ, അതല്ലാതെ വേറെ എന്ത് വേണം എന്നുള്ള കാര്യം ചോദിച്ചിട്ട് രേവതി സച്ചിക്ക് അരികിലേക്ക് ഇങ്ങനെ ചായുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ എങ്ങനെയെന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ അധികം പഠിച്ചിട്ടൊന്നുമില്ല, സാധാരണക്കാരനാണ്, ഒരു വെറും ഡ്രൈവർ, വലിയ മുതലാളിയും ഷോപ്പിന്റെ ഓണറൊന്നും അല്ലല്ലോ, അതുകൊണ്ടല്ലേ നിനക്ക് ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നതെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ അങ്ങനെ രേവതി ആ സംസാരം കേൾക്കുമ്പോൾ സച്ചിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണുണ്ടോ. അല്ല ഞാൻ എന്റെ ജോലിയെ കുറച്ച് കാണിക്കുന്ന ഒന്നുമല്ല, എനിക്ക് ഇതൊക്കെ ശീലായി. പക്ഷേ നീ വെറും കാർ ഡ്രൈവറുടെ ഭാര്യ ആയതുകൊണ്ട് നിനക്കും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ. നമ്മളാണെന്നുണ്ടെങ്കിൽ റൂമില്ലാതെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു കിടക്കുവാണ്. നമുക്കെന്ന് വെച്ചിട്ട് തനിയൊരു റൂമും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ടോ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചോ? ഞാൻ ഒരിക്കലും ഇങ്ങനെ AC റൂമിൽ കിടന്ന് ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്ന് ശീലിച്ച ആളൊന്നുമല്ലല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും എന്ന് കരുതിയിട്ട് അതൊക്കെ ആഗ്രഹിക്കാൻ പാടില്ല എന്നുണ്ടോന്ന് ചോദിക്കുകയാണെ സച്ചി. അച്ഛനും റൂം തരാന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ അച്ഛനും ശരീരത്തിന് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ടാണെന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വേണം സച്ചേട്ടന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ല രേവതി, അച്ഛന് തോന്നിയ ആ മനസ്സ് പോലും എന്റെ ഏട്ടന് തോന്നിയില്ലല്ലോ, അതുകൊണ്ടാണ്. എന്തിനാ സച്ചേട്ടൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, വെറുതെ അതിനെക്കുറിച്ച് ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സച്ചേട്ടന് ഒരു കാര്യം അറിയോ, ലോകത്ത് ആരാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി ആദ്യം പറയുന്നത് ആ സ്വന്തം റൂമും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന സുധി അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുന്നവർക്ക് മാത്രമേ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്റെ അരികിൽ സച്ചേട്ടനുള്ളപ്പോൾ എനിക്ക് സമാധാനമുണ്ട്, അപ്പോൾ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. നീ എന്തൊക്കെയോ പറയുന്നു, പക്ഷെ എങ്കിലും രേവതി ഒരു ദിവസം ഞാൻ നിന്നെ നല്ല രീതിയിൽ നീ ആഗ്രഹിച്ചതുപോലെ സന്തോഷമായിട്ട് നിന്നെ ജീവിപ്പിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് സച്ചേട്ട നിങ്ങളെ കൂടി ജീവിക്കുന്നത് എന്നുള്ള. അത് മാത്രമല്ല സച്ചേട്ട, നിങ്ങളുടെ തൊഴിൽ നല്ല ഉന്നതങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം പറയുകയാണേ. നിങ്ങളുടെ ചേട്ടൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഈ വീട്ടില് നിങ്ങളുടെ ശമ്പളത്തിന്റെ 3/4 ഭാഗവും ഈ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങൾ ആരുടെ മുമ്പിലും ചെറിയ ആളല്ല. കൂടുതലായിട്ട് ഓരോന്ന് ആലോചിച്ചിട്ട് മനസ്സ് വെറുതെ കുഴപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ മടിയിൽ കിടക്കുവാണ് കേട്ടോ രേവതി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി പതിവ് പോലെ തന്നെ അടുക്കളയിൽ കയറി കോഫിയൊക്കെ ഉണ്ടാക്കി ആദ്യം തന്നെ ചന്ദ്രമതിക്ക് കൊടുക്കുവാണ്. ചന്ദ്ര കോഫി മേടിക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് ശ്രുതിക്കും കൊടുത്തോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അവർ ഇനിയും എഴുന്നേറ്റില്ല എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രുതി ഇതുവരെ എണീറ്റില്ലേ, ഇന്നലെയല്ലേ കട തുറന്നത്, ജോലിയുടെ കാര്യമൊക്കെ അവൻ പെട്ടെന്ന് മറന്നുപോയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അതൊക്കെ അവന് ഓർമ്മയുണ്ടാകും, അവൻ സമയമാകുമ്പോൾ എഴുന്നേറ്റുള്ളൂ, അവൻ ചിലപ്പം കുളിച്ചോണ്ടിരിക്കുകയായിരിക്കും, റെഡി ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണാന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ ആളെ എഴുന്നേറ്റിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ വാഷ്റൂമിൽ നിന്ന്. അപ്പോൾ നോക്കുമ്പോഴും ശ്രുതി നല്ല ഉറക്കമാണ്. ഇതുവരെ എണീറ്റില്ലേ, ശ്രുതി എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് എണീപ്പിക്കുകയാണേ.
5 മിനിറ്റും കൂടി ഉറങ്ങട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രുതിയെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുവാണ്. ആ ഉറക്കഭ്രാന്തിലും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, മുതലാളി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ജോളിയായിട്ട് കസേരയിൽ ഇരിക്കാന്നുള്ള കാര്യം വിചാരിച്ചത്. പക്ഷെ ഇന്നലെ അങ്ങനെ ഇരിക്കാനേ പറ്റിയില്ല. പാർക്കിൽ പോകുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ പാർക്കിലെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ട് ജോളിയായിട്ട് ഇരിക്കും, കുറച്ചു നേരം ഉറങ്ങി റെസ്റ്റ് എടുക്കുകയും ചെയ്യും. അത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, വീണ്ടും നീ എന്താ പാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമുക്ക് ഷോപ്പുണ്ട്, അത് ടൈമിന് ഓപ്പൺ ആക്കണ്ടേ? 10 മണിക്കല്ലേ ശ്രുതി ഓപ്പൺ ആക്കേണ്ടതുള്ളൂ, അതിന് ഇനിയും ടൈം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഹാഫ് ആൻ അവറും കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കിടക്കുവാണ് കേട്ടോ ആള്. എന്ത് പറഞ്ഞിട്ടും ആള് എഴുന്നേക്കൊന്നുമില്ല കേട്ടോ. പുറത്ത് എല്ലാവർക്കും ചായ കൊടുക്കുവാണ്. ലേറ്റ് ആയിട്ട് പൊതുവെ എഴുന്നേക്കുന്നത് ശ്രീകാന്തും വർഷയാണല്ലോ, അവര് വരെ എഴുന്നേറ്റ് വന്നു. ഇതുവരെ നിന്റെ മകൻ തൊഴിലധിപർ ഇതുവരെ എഴുന്നേറ്റില്ല എന്നുള്ള കാര്യം രവി കളിയാക്കുന്ന രീതി ചോദിക്കുകയാണ് കേട്ടോ. എന്റെ മകനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ലല്ലേ എന്നുള്ള കാര്യം ചന്ദ്രമതി ആദ്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സുധിയേട്ടൻ ഇനിയും വന്നില്ലേ, പോയിട്ട് കട ഓപ്പൺ ആക്കണ്ടേ? ഞങ്ങളുടെ ഹോട്ടലിലെ ഓണറൊക്കെ രാവിലെ 7 മണിയാകുമ്പോഴേക്കും വന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നു പറയുമ്പോഴേക്കും വർഷയും പറയുന്നുണ്ട്, അതെ ആന്റി, ഞങ്ങളുടെ ഓണർ ആണെന്നുണ്ടെങ്കിൽ 6 മണിയാക്കുമ്പോഴേക്കും വന്നിട്ട് സ്റ്റുഡിയോ ഒക്കെ ഓപ്പൺ ആക്കി എല്ലാം റെഡിയാക്കി വെക്കും. ഇത് കേട്ട ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, കേട്ടല്ലോ, സുധിയാണെന്നുണ്ടെങ്കിൽ ഇനി എഴുന്നേറ്റിട്ടില്ല, ഇനിയും അവന് ഉത്തരവാദിത്തം വന്നതുപോലെ തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ചുമ്മാ നിങ്ങൾ ഓരോന്ന് പറയരുത്, അവൻ ചിലപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവരുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. കഥകിന് ചെന്ന് മുട്ടുന്നുണ്ട് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട്. ശ്രുതി കഥക് തുറക്കുവാണ് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ റെഡി ആയോ നീ? വന്നിട്ട് കോഫി കുടിക്കുന്നു പറയാണേ. അല്ല ശ്രുതി റെഡി ആയോ? അവന് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പോകാനുള്ളതല്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി നോക്കുന്നത് അവിടെ വേറെ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. എല്ലാവരും ഒരു നോട്ടം നോക്കിയതിന് ശേഷം ആന്റിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇല്ല ആന്റി, ശ്രുതി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കുകയാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, ഇവന് ഭയങ്കര ഉത്തരവാദിത്തമാണല്ലോ ചന്ദ്ര എന്നുള്ള കാര്യം. എന്താ ശ്രുതി ഇത്, ഇതുവരെ അവൻ എന്താ എഴുന്നേക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ആന്റി ഇന്നലെ വർക്ക് ചെയ്തതുകൊണ്ട് ഭയങ്കര ടയർഡായി, അതുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ശ്രുതി പറഞ്ഞത് കേൾക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒറ്റ ദിവസം കൊണ്ട് ടയർഡായോ എന്നുള്ള കാര്യം. എന്താ ഒറ്റ ദിവസം കൊണ്ട് ടയർഡ് ആവാൻ വേണ്ടി പാടില്ലേ? പാവം, അവന് ചിലപ്പോൾ മേലൊക്കെ നല്ല വേദന ഉണ്ടാവും. എന്നിട്ട് ശ്രുതി അങ്ങ് തട്ടി മാറ്റിയിട്ട് ചന്ദ്രമതി ഉള്ളിലേക്ക് അങ്ങ് കയറുവാണ് കേട്ടോ. പോയിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്, ശ്രുതി മോനെ എഴുന്നേക്ക്. ചന്ദ്രമതി മോനെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേക്കും എല്ലാവരും റൂമിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. സച്ചി മാത്രമേ അവിടെ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാരും കൂടി റൂമിലേക്ക് ചെല്ലുവാണ്. എടാ കടയിലേക്ക് പോണ്ടേ, ഇന്ന് 2ാമത്തെ ദിവസമല്ലേ, നീ എഴുന്നേക്ക് മോനെ. അമ്മ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി മാറി ഇങ്ങോട്ട് കിടക്കുവാണ് കേട്ടോ. അയ്യോ മോനെ, ഭയങ്കര തേനൊലിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. മോനെ മതി, ഉറക്കമൊക്കെ മതി മോനെ, കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് വരില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി കടയൊക്കെ തുറങ്ങണ്ടേ, നീ എഴുന്നേക്ക് മോനെ. അങ്ങനെ ലാളിച്ച് കൊഞ്ചിച്ചിട്ട് മോനെ എഴുന്നേപ്പിക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ചന്ദ്രേ നീ എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം. ഞാൻ അവനെ എഴുന്നേപ്പിക്കണ്ട രവിയേട്ടാ, അങ്ങനെയാണെങ്കിൽ അവനെ എടുത്തിട്ട് അതുപോലെ നീ മടിയിൽ വെക്ക്. അപ്പോഴേക്കും ചന്ദ്രന്റെ മുഖം എന്തോ പോലെ ആവുന്നുണ്ട്. അവനെ LKG പഠിപ്പിക്കുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു എഴുന്നേപ്പിക്കുക. ഇപ്പോ ഒരു ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്, അവന് 10-30 വയസ്സായി, എന്നിട്ട് ഇപ്പോഴും അവൻ എങ്ങനെ തന്നെയാണ് എഴുന്നേപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അത് കഴിഞ്ഞ് ശ്രുതി എഴുന്നേക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും കിടന്നുറങ്ങാണേ. ആ ഉറങ്ങുന്ന രംഗം കണ്ടിട്ട് രവി പറയുന്നുണ്ട്, കണ്ടില്ലേ, ശ്രുതിയുടെ അച്ഛൻ പണം അയച്ചിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു, അവൻ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ, ഇതൊക്കെ നടപടിയാവുന്ന കാര്യമാണോ? എന്താ ശ്രുതി, ഇതിനു വേണ്ടിയിട്ടാണോ നിന്റെ അച്ഛൻ്റെ അടുത്ത് പണം അയച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്? അപ്പോഴേക്കും ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രുതി എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് ഇങ്ങനെ കുലുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ശ്രുതി നിക്ക് എന്നിട്ട് അവളെ മാറ്റി നിർത്തുവാണേ. ഞാൻ എഴുന്നേപ്പിക്ക അവനെ, നീ ഒച്ചെടുക്കണ്ട. ശ്രുതി എഴുന്നേക്കടാ, കട തുറക്കണല്ലടാ, എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് കേട്ടോ. പക്ഷെ ആള് എഴുന്നേറ്റിട്ട് ചന്ദ്രയുടെ മടിയിൽ അങ്ങ് കിടക്കുവാണ്, തല വെച്ചിട്ട്. അങ്ങനെ കിടക്കുന്നോടന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, രേവതി നീ ചായ എടുത്തിട്ട് വാ എന്നുള്ള കാര്യം. എന്തിന് ആദ്യം അവനോട് എഴുന്നേറ്റിട്ട് പല്ല് തേക്കാൻ പറ ചന്ദ്ര എന്നുള്ള കാര്യം പറയണ രവി. അങ്ങനെ ആ വലിയ സീന് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സച്ചി കുളി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. എല്ലാവരും അവിടെ ആ റൂമിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ എന്താ അവിടെ എല്ലാവരും കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഏട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ല എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ, അല്ലെങ്കിലും അവൻ എഴുന്നേറ്റിട്ട് ഇപ്പൊ എവിടെ പോകാനാണ്, ജോലിയും കൂലി ഇല്ലാത്തവനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ചേട്ടന് കടയില്ല എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. അപ്പോഴാണ് സച്ചിക്കും അത് ഓർമ്മ, ആ ശരിയാണല്ലോ, അവനിപ്പോ തൊഴിലധിപരായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രന്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുവാണല്ലോ, ആ തല ഇങ്ങനെ പൊക്കുന്നുണ്ട്. സുധി നീ എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. എടാ ജോലിക്ക് പോയിട്ട് നീ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വന്ന് കിടന്നുറങ്ങ്, ടൈം ആയില്ല എന്ന് പറയുമ്പോഴേക്കും ആടതങ്ങ് ചായെന്ന് ചന്ദ്രമതിന്റെ മേലേക്ക്. സുധിയുടെ എണീപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാവാണ്. രവിയാണെങ്കിൽ ദേഷ്യം പിടിച്ച് പുറത്തേക്ക് വരുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛ ഇവനെന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്നുള്ള കാര്യം, ഇവനെന്താ സ്കൂൾ പിള്ളേരെ എണീപ്പിക്കുന്നത് പോലെ എണീപ്പിക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് തന്നെയാണെടാ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛ 2ാമത്തെ ദിവസം തന്നെ കട തുറന്നിട്ട്
ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കില്ലേ ശരിക്കും കട വ്യാപാരം നടക്കാത്തതുകൊണ്ടാണ് കട തുറക്കാത്തത് എന്നുള്ള കാര്യം. അതേട്ടാ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, ശ്രുതിക്ക് തോന്നണ്ടേ എന്ന് രവി. അവൻ എഴുന്നേക്കണ്ടേ? അവളാണെങ്കിൽ പോയിട്ട് അരികിൽ ഇരുന്നിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ ചെന്നിട്ടാണോ അവസാനിക്കാൻ വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞിട്ട് രവി അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ പുറകെ ചെന്നിട്ട് അല്ലച്ചാ ഇവൻ ഇങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ കാശ് തിരികെ വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട് അവന്റെ അമ്മായിപ്പം കൊടുത്തിരിക്കുന്ന കാശ് തൊലയ്ക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു, അത് തന്നെ വലിയ കാര്യമായിരിക്കും. ഒറ്റ ദിവസം കടയിലേക്ക് പോയതോട് കൂടിയിട്ട് ഒരു ആഴ്ച റെസ്റ്റ് എടുക്കുന്ന മട്ടാണല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഇവന്റെ വിചാരം കടയിൽ മുതലാളിയായി ഇരിക്കുക എന്നുള്ള കാര്യം പറയുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണെന്നാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എനിക്കും രാവിലെ നല്ല ഉറക്കം വരാറുണ്ട്, പക്ഷെ വർക്ക് എന്നുള്ള കാര്യം വരുമ്പോൾ താനും ഞാൻ എഴുന്നേറ്റ് പോകും, പക്ഷെ ഇവരെന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ശ്രുതി ഇങ്ങനെ ഓരോന്ന് പറയാണല്ലോ. അത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് അതുപോലെ ശ്രുതിക്കൊന്നും തേക്കുന്നില്ല കേട്ടോ. അവർക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്ക് ദേഷ്യം പിടിച്ചിട്ട് വർഷയ്ക്ക് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വർഷ ടയർഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറക്കം തന്നെയാണ് വരിക എന്നുള്ള കാര്യം. ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ടത്. കാരണം അവരുടെ ജോലിയും ചെയ്യുന്നുണ്ട്, ഈ വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. രേവതി ചേച്ചി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി കിടന്ന് ഉറങ്ങണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല ചേച്ചിക്ക് ഉറക്കം വരാറുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിടന്ന ഉറക്കം വരുക? അപ്പോ ശ്രുതിക്ക് തീരെ ഉത്തരവാദിത്തമില്ലാത്ത ആളും കൂടിയാണെന്നുള്ള കാര്യം പറഞ്ഞില്ലേ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും റൂമിലേക്ക് തന്നെ കയറി പോവാണ്. എന്നിട്ട് ശ്രുതിക്ക് ഇട്ടിട്ട് നാലോണം കൊടുക്കാൻ കേട്ടോ. എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി അടിക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി അയ്യോ അടിക്കല്ലേ മോളെ, അവൻ എഴുന്നേക്കും. എന്നിട്ടുണ്ടോ എഴുന്നേക്കുന്നത്? അവിടെ കിടക്കുന്നു. അങ്ങനെ ആരെഴുന്നേപ്പിച്ചിട്ടും എണീക്കുന്നില്ലല്ലോ വിളിച്ചിട്ടൊന്നും. അപ്പം സച്ചി പറയുന്നുണ്ട് ഇതൊന്നും നടപടിയാവുന്ന മട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആള് നേരെ അടുക്കളയിലേക്ക് പോകാണ് കേട്ടോ. എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ജഗ്ഗിലെ വെള്ളം എടുക്കുവാണ്. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് അല്ല സച്ചിയുടെ ഇതെടുത്ത് എങ്ങോട്ടാ പോകുന്നത്? ഒരുത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്, നോക്കി കണ്ടു നിന്നോ? അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചി ചെയ്യാൻ വേണ്ടി പോകുന്നത് കാണുമ്പോഴേക്ക് രവിയും പറയുന്നുണ്ട് എടാ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള കാര്യം. ഇല്ല അച്ഛാ അവൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി കൊണ്ടുവന്നിട്ട് ആ വെള്ളം ശ്രുതിയുടെ മേലേക്ക് ഒരൊറ്റ ഒഴിക്കലാണ്. അപ്പോഴേക്കും അങ്ങ് എഴുന്നേക്കുന്നുണ്ട് കേട്ടോ ആള്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അയ്യോ അമ്മേ ഞാൻ വെള്ളത്തിൽ വീണോയേ എന്ന് പറഞ്ഞിട്ട് കരയുവാണ്. അത് ചെയ്ത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സച്ചി നീ എന്ത് പണിയെ കാണിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ടില്ലേ എഴുന്നേറ്റിരിക്കുന്നത്, അത് വിട്ടിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഇങ്ങനെ കിടക്കുന്ന ആളുടെ മേലാണോ വെള്ളം ഒഴിക്കുന്നത്? നിനക്ക് ബുദ്ധിയില്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ കിടക്കുന്ന ആളുടെ മേലല്ലാണ്ട് ഉണർന്നിരിക്കുന്ന ആരുടെയും മേലെ വെള്ളം ഒഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ് സച്ചി കേട്ടോ. നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ രവേട്ട, ഇവൻ എന്താ ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ രവിയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് എന്തിനാ സച്ചി നീ എങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അച്ഛാ ഇവൻ എങ്ങനെയൊന്നും വിളിച്ചും കൊണ്ട് എഴുന്നേപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്. അവൻ മര്യാദയ്ക്ക് കട തുറന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുമ്പോൾ അവൻ കട പൈസ കൊടുത്ത് വാങ്ങിയതാണ്, അതവൻ തുറക്കുകയോ തുറക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും, അതിന് നിനക്ക് എന്താ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അവൻ കട മര്യാദയ്ക്ക് നടത്തിയാൽ മാത്രമല്ലേ അച്ഛന് തിരികെ കൊടുക്കാനുള്ള പണം കിട്ടുള്ളൂ, അതുകൊണ്ട് അവൻ കടയ്ക്ക് പോയേ പറ്റൂ. എടാ ബിസിനസ്മാനെ 50 ലക്ഷം രൂപ അച്ഛന് അധ്വാനിച്ച് കൊടുത്തതിന് ശേഷം നീ എത്ര വേണമെങ്കിലും കിടന്നുറങ്ങിക്കോ, നിന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രവി സുധിയുടെ അടുത്ത് പറയുന്നുണ്ട് സുധി ഏത് ജോലിയിലും മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ള കാര്യം അറിയോ? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത്. അത് ആരാണോ കൃത്യമായിട്ട് ചെയ്യുന്നത് അവ മാത്രമേ ജീവിതത്തിൽ മുന്നേറുള്ളൂ. എഴുന്നേറ്റ് പോകാനുള്ള വഴി നോക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചന്ദ്ര പറയുന്നുണ്ട് തട്ടിങ്ങാണ്ട് മര്യാദയ്ക്ക് എണീറ്റ് റെഡി അവിടെ എന്നുള്ള കാര്യം പറഞ്ഞ് ചന്ദ്ര റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ശ്രുതി മെല്ലെ ബാത്റൂമിലേക്കൊക്കെ പോകുന്നുണ്ട്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ എന്തോ പോലെ ആവുകയാണ് കേട്ടോ. കഴിഞ്ഞിട്ടോ പിന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ കിച്ചണിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ രേവതി നീ ചെയ്യുന്നത് എന്നുള്ള കാര്യം, അമ്മയ്ക്ക് കണ്ടൂടെ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുന്നത് ശരി ഉച്ചയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ലിസ്റ്റ് പറയുന്നുണ്ട്, ചിക്കൻ കറി അതുപോലെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഒരുപാട് കറികളുടെ ലിസ്റ്റ് അങ്ങോട്ട് പറയുന്നുണ്ട്. അമ്മ എന്താ വിരുന്നുകാർ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല ഇതൊക്കെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്, പിന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ചിക്കൻ വെജ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം അവർക്ക് ഉച്ചയ്ക്ക് കടയിലേക്ക് കൊടുത്തു വിടണം എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ എല്ലാവർക്കും കൂടി ചേർത്തിട്ട് എന്താണോ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ അത് അമ്മ പറഞ്ഞോളൂ. അച്ഛന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഞാൻ ചെയ്തോളാം, അമ്മയ്ക്കും എന്തെങ്കിലും തനിയെ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം, എന്നാൽ കടയിലേക്ക് എടുത്തോണ്ട് പോലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. എന്താ ചെയ്താല് നിനക്ക് എന്താ ചെയ്താൽ വരാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം, മീനൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ ഞാൻ കറി വെക്കാം, പക്ഷെ എന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് തനിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുകയാണേ. അതും ശ്രുതിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ, എന്താടി നീ അഹങ്കാരം കാണിക്കുകയാണെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ നീ എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എന്തിനെ കുറിച്ച് മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി നിങ്ങളെ റൂമിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ ശ്രുതി അവിടെ കിടന്നു, ആ ദേഷ്യത്തിലാണല്ലോ നിന്റെ ഭർത്താവ്
വെള്ളം എടുത്തിട്ട് സുധിയുടെ മേലൊഴിച്ചത്. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതുകൊണ്ടൊന്നും അല്ല അമ്മേ, നിങ്ങളുടെ മൂത്ത മകന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുതെന്നുള്ള കാര്യം സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം നീ റൂം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചന്ദ്രമതി വീണ്ടും പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് രേവതി പറയാണ് കേട്ടോ. ചുമ്മാ നീ ഓരോന്ന് പറയണ്ട. എന്താ നിനക്ക് ഒരു ദിവസം പുറത്ത് തനിയെ കിടക്കാൻ വേണ്ടി പറ്റില്ലേ? അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. കരയാൻ തുടങ്ങുവാണേ. നിനക്ക് റൂമല്ലേ വേണ്ടത്? ഇത് നിനക്ക് തന്നെ നാണക്കേടായിട്ട് തോന്നുന്നില്ലേ? അത്രയും നിങ്ങൾക്ക് തനിയെ കിടക്കാൻ വേണ്ടി പറ്റാത്ത അത്രയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി തുടങ്ങുമ്പോഴേക്കും അമ്മ മതി. അമ്മ എന്താ നാക്കിൽ വിഷം വെച്ചിട്ട് സംസാരിക്കുന്നത്? ഇത്രയും മോശമായിട്ട് അമ്മയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ വേണ്ടി തോന്നുന്നത്? നീ ചെയ്യുന്ന കാര്യമടി ഇത്രയ്ക്ക് മോശമായിട്ട് തോന്നുന്നത്? ഒരു ദിവസം റൂമിൽ കിടക്കാൻ വേണ്ടി പറ്റാത്തതിന്റെ മനസ്സിൽ വെച്ചിട്ടില്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വീണ്ടും കുത്തി കുത്തി ചോദിക്കാനുണ്ട് ചന്ദ്ര. നിന്റെ അമ്മ വീട്ടിലും അങ്ങനെ തനിയെ റൂമിലാണോ കിടന്നിട്ടുണ്ടായിരുന്നത്? എന്താണോ വളർത്തി വലുതാക്കിയത്? ഒരിത്തിരി പോലും നാണോ മാനോ ഇല്ലാത്തതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതിയുടെ അടുത്ത് മതി വേണ്ട എന്ന് പറയാണ് കേട്ടോ. രേവതി, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ കാതിനാണ് നാണം തോന്നുന്നത്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് പോലെ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ട് ചന്ദ്രമതിന്റെ അവിടുന്ന് ഇറങ്ങി പോകാനിട്ടോ രേവതി. ഒന്ന് പോടി അവിടുന്ന്. നീ ഇല്ലെങ്കിൽ ഇവിടെ ജോലിയൊന്നും നടക്കില്ല എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ റൂം തന്നെ കെട്ടിപ്പിടിച്ചും കൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കോ.